അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് നടൻ ആവശ്യപ്പെട്ടതായി കഴിഞ്ഞ ദിവസം നടി മീനു മുനീർ വെളിപ്പെടുത്തിയിരുന്നു. നടന്മാരായ ജയസൂര്യ, ഇടവേള ബാബു, മുകേഷ്, മണിയൻപിള്ള രാജു എന്നിവർ മോശമായി പെരുമാറിയതായാണ് നടി ആരോപിച്ചിരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നടന്മാരിൽ നിന്ന് നേരിട്ട മോശമായ പെരുമാറ്റത്തെക്കുറിച്ചായിരുന്നു മീനു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. സിനിമയിലെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്താൻ കൂടുതൽ പേർ മുന്നോട്ട് വരണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചതിനെ തുടർന്നായിരുന്നു എല്ലാം തുറന്നു പറഞ്ഞതെന്നും നടി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മോശമായി പെരുമാറിയെന്ന് നടി മീനു മുനീർ ആരോപണം ഉന്നയിച്ചവരിൽ കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനും ഉൾപ്പെടുന്നുണ്ട്. ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും KPCC നിയമസഹായ വിഭാഗം അധ്യക്ഷനുമാണ് ചന്ദ്രശേഖരൻ. പ്രമുഖ നടന്മാരായ ജയസൂര്യ, മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവരുടെ പേരുകൾക്കൊപ്പമാണ് ചന്ദ്രശേഖരന്റെ പേരുകൂടി നടി പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രൊഡ്യൂസർക്ക് മുൻപിൽ തന്നെ കൊണ്ടുപോയത് ചന്ദ്രശേഖരാണെന്നായിരുന്നു നടി നേരത്തെ വെളിപ്പെടുത്തിയത്. മീനു മുനീറിന്റെ ആരോപണം ഇങ്ങനെയായിരുന്നു. ബോൾഗാട്ടിയിൽ ലൊക്കേഷൻ കാണാൻ പോകണമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. അവിടെ എത്തി റൂമിൽ ഒരാളെ പരിചയപ്പെടുത്തി. ദുബായിൽ നിന്നുള്ള ഒരാളാണെന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തി. പിന്നീട് ഈ അഡ്വക്കേറ്റിനെ, അതായത് VS ചന്ദ്രശേഖരെ കാണാതായി. താൻ അസ്വസ്ഥയാവുകയും മക്കൾ വരും, വീട്ടിൽ പോകണമെന്നും പറഞ്ഞതോടെ ഇപ്പോൾ പോകാൻ കഴിയില്ലെന്ന് അയാൾ പറഞ്ഞു. തനിക്ക് ഇക്കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നുവെന്നും ലൊക്കേഷൻ കാണാനെന്ന് പറഞ്ഞാണ് തന്നെ കൂട്ടിക്കൊണ്ടു വന്നതെന്നും പറഞ്ഞതോടെ അയാൾ പൊക്കോളാൻ പറഞ്ഞു. 2009 നടൻ കലാഭവൻ മണി നായകനായ ശുദ്ധരിൽ ശുദ്ധൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് സംഭവം നടന്നതായി ആരോപിക്കുന്നത്. അതേസമയം ആരോപണം സംബന്ധിച്ച് രേഖാമൂലം പരാതി ഉണ്ടെങ്കിൽ അവർ നൽകട്ടെ എന്നും അങ്ങനെ രേഖാമൂലമുള്ള പരാതി വന്നു കഴിഞ്ഞാൽ പ്രതികരണം നടത്താമെന്നുമാണ് ചന്ദ്രശേഖരൻ മറുപടി നൽകിയത്. കൂടാതെ ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ തന്നെ ബോധപൂർവം ആക്ഷേപിക്കാനാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ആരോപണം ഉന്നയിച്ച നടിയെ പരിചയമുണ്ടെന്നും അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. കൊച്ചിയിൽ താമസിച്ച സമയത്താണ് നടിയെ പരിചയമെന്നും വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അവർ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ ചെയ്തത്. എന്നാൽ മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ KPCC പ്രസിഡന്റായ K സുധാകരന്റെ ഉറ്റ അനുയായി കൂടിയാണ് എന്നതാണ്. ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും KPCC നിയമസഹായ വേദി അധ്യക്ഷനുമായതിനാൽ ഇത്തരം ആരോപണങ്ങൾ കോൺഗ്രസിനെയും പ്രതിക്കൂട്ടിലാക്കുമോ എന്നാണ് സംശയിക്കേണ്ടത്. നേരത്തെ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചെയർമാനായി ചന്ദ്രശേഖരനെ K സുധാകരൻ നിയമിച്ചത് വിവാദമായിരുന്നു. പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ദേശീയ ചെയർമാനായ ശശി തരൂർ ഇടപെട്ട് ചന്ദ്രശേഖരന്റെ നിയമനം തടഞ്ഞു. തുടർന്നാണ് സുധാകരൻ പുതിയ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് നൽകിയത്. കോൺഗ്രസ് സംഘടനയായ ലോക മലയാളി കൗൺസിൽ ഗ്ലോബൽ ലീഗൽ ഫോറത്തിന്റെ ചെയർമാൻ സ്ഥാനവും നൽകി. മോൺസൺ മാവുങ്കൽ കേസിൽ K സുധാകരന് വേണ്ടി ഹാജരായതും ഇദ്ദേഹം തന്നെയാണ്. ഇത്തരം കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിലേക്കും K സുധാകരനിലേക്കും വിമർശനം ഉന്നയിക്കാൻ സാധ്യതകളുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭരണപക്ഷത്തിനെതിരായുള്ള ഒരു തുറുപ്പുചീട്ടായി കണ്ട കോൺഗ്രസിന് ഇതൊരു തിരിച്ചടി തന്നെയാണ്. അതേസമയം തന്നെ പ്രമുഖ നടന്മാരുൾപ്പെടെയുള്ളവരിൽ നിന്ന് തനിക്ക് ശാരീരികമായും മാനസികമായും പീഡനമുണ്ടായെന്നാണ് മീനു മുനീർ ആരോപിച്ചത്. അമ്മയിൽ അംഗത്വം ലഭിക്കാൻ ഇടവേള ബാബു വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടുവെന്ന് അവർ പറഞ്ഞിരുന്നു. ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ജയസൂര്യ ലൈംഗിക താല്പര്യത്തോടെ പെരുമാറിയെന്നും മീനു ആരോപിച്ചിരുന്നു. വഴങ്ങിത്തരണമെന്ന് നടൻ മുകേഷും ആവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നും മീനു മുനീർ പറഞ്ഞിരുന്നു. മണിയൻപിള്ള രാജുവും മോശമായി പെരുമാറിയതായി മീനു ആരോപിച്ചിരുന്നു. ഡാ ദടിയ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ഹോട്ടൽ മുറിയിലേക്ക് വരുമെന്ന് പറഞ്ഞുവെന്നും പിറ്റേ ദിവസം ലൊക്കേഷനിൽ വെച്ച് ദേഷ്യപ്പെട്ടുവെന്നും മീനു പറഞ്ഞിരുന്നു. നിലവിൽ തന്നോട് അതിക്രമം കാണിച്ച എല്ലാവർക്കുമെതിരെ നിയമപരമായി നീങ്ങുമെന്ന നിലപാടിലാണ് മീനു മുനീർ. അന്വേഷണ സംഘം ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും വിശദമായ മൊഴിയെടുക്കാൻ അവർ സമയം തേടിയിട്ടുണ്ടെന്നും പറയുന്നു. ആരോപണ വിധേയർ വെളിപ്പെടുത്തൽ നിഷേധിക്കാത്തത് താൻ പറയുന്നത് സത്യമായതുകൊണ്ടാണെന്നും മീനു വ്യക്തമാക്കി. പരാതി ഇതിനകം എഴുതിയിട്ടുണ്ടെന്നും മീനു പറഞ്ഞു. ഹേമ കമ്മീഷൻ മൊഴിയെടുക്കുന്ന സമയത്ത് താൻ ഇവിടെ ഇല്ലായിരുന്നുവെന്നും റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ എല്ലാം തുറന്നു പറയാനുള്ള ആത്മവിശ്വാസം നൽകി. ഏതെങ്കിലും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ ധൈര്യമായി മുന്നോട്ട് വന്ന് പരാതി പറയണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആത്മവിശ്വാസം തോന്നിയെന്നും മീനു പ്രതികരിച്ചു.